കോഴിക്കോട് വൻ തീപിടുത്തം. വൈകുന്നേരം 5 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. തീ നിയന്ത്രണ വിധേയമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. അതേസമയം തീപിടുത്തം സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. താഴെയുള്ള അതെ അത്രേ ഉള്ളൂ. താഴെയുള്ള എല്ലാ ടാങ്കറും LPG സിലിണ്ടറും എല്ലാ ഫ്ലേമബിൾ ഒബ്ജക്ട്സ് അത് മാറ്റിയിട്ട് നമുക്ക് ശ്രമിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ മേളിലെ ഇപ്പോൾ എൻട്രി ഇല്ല, മേലെ എൻട്രി ഇല്ല. പക്ഷേ ഫയർ ഫോഴ്സ് വേറെ വഴി നമുക്ക് നോക്കുന്നുണ്ട്. മേളിലെ അല്ലെങ്കിൽ സൈഡിലെ എൻട്രി ചെയ്തിട്ട് ഇഫ് പോസിബിൾ ദേ ആർ ട്രൈങ് ടു എൻറ്റർ ദാറ്റ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഓൺലി ട്രൈങ് ഇസ് ഇപ്പോൾ കണ്ടെയ്ൻ ആണ്. ലെറ്റ് us ട്രൈ ടു കീപ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം ഐ ഫീൽ. കാരണം അതൊരു അല്ല അങ്ങനെ ഒരു ന്യൂസും ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. പക്ഷേ താഴെ ഉള്ളത് എല്ലാം നമുക്ക് ഫ്ലേമബിൾ ഒബ്ജക്ട്സ് മാറ്റി. അകത്തിൽ എന്താണ് കാര്യം, ചെറിയ സ്പ്രേ ഉണ്ടെങ്കിൽ അതൊരു വേറെ ഗ്യാസ് റിലീസ് ആവും, അത് അറിയില്ല. ബട്ട് ആസ് ഓഫ് നൗ ഒരു സൈഡിൽ മാത്രം നമുക്ക് കണ്ടെയ്ൻമെന്റ് നമുക്ക് ശ്രമിക്കുന്നുണ്ട്, അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി റൊട്ടേഷൻ ആയിട്ട് ഇപ്പോൾ വെല്ലം വരുന്നുണ്ട്. എല്ലാ ഫയർ ടെൻഡർ ആക്റ്റീവ് ആണ്. 8 യൂണിറ്റ് ഉണ്ട് ഇപ്പോൾ. അതും സൈക്കിളിലേക്കാണ്, അത് റൊട്ടേഷനിലാണ്. കാരണം വെല്ലം അതും വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ യൂണിറ്റ് വരുന്നുണ്ട്. മലപ്പുറം യൂണിറ്റിൽ വിളിച്ചിട്ടുണ്ട്. ചേതൻ സാജനുണ്ട് വിവരങ്ങളുമായി. ചേതൻ, വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് കോഴിക്കോട് ഇത്തരത്തിലൊരു വൻ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. ആശങ്ക അകലുകയാണ് അല്ലേ? തീർച്ചയായും വിജി, ഈ മണിക്കൂറിൽ തീപിടുത്തമുണ്ടായി 5 മണിക്കൂറോളമായി. ഈ നിമിഷം നമുക്ക് പറയാനുള്ളത്, പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇനി തീ അണച്ചിട്ടില്ല. ഈ കെട്ടിടത്തിൻ്റെ ഏകദേശം നടുഭാഗത്തായി തീ ഇപ്പോഴും കത്തുന്നുണ്ട്. പക്ഷേ അത്ര വലിയൊരു ഗുരുതരമായൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ആശങ്ക അകലുന്നൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പറയുവാൻ സാധിക്കുന്നത്. കൃത്യമായി ഫയർഫോഴ്സ് ഇവിടെ വന്ന് സമയത്ത് ഇടപെട്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇവിടെ ഈ കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഉള്ള കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത്. ധാരാളം തുണിത്തരങ്ങൾ സൂക്ഷിച്ചൊരു കച്ചവട സ്ഥാപനമാണിത്. ഈ തീപിടുത്തത്തിൻ്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. അത് ഈ ഷോർട്ട് സർക്യൂട്ട് ആണോ, ഇനി മറ്റു വല്ല കാരണങ്ങളുണ്ടോ എന്നറിയാൻ നാളെ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനയുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഈ തീപിടുത്തത്തിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ആശ്വാസകരമായ ഒരു കാര്യം എന്തെന്നാൽ ഈ ആളപായം ഒന്നും ഇല്ല എന്നതാണ്. അതായത് നമ്മൾ ഈ വിജയ്ക്ക് മനസ്സിലായി, ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. ഈ വൈകിട്ട് 5 മണി എന്ന് പറയുന്ന സമയമൊക്കെ സാധാരണ നല്ല ജനത്തിരക്കുള്ളൊരു സമയം കൂടിയാണ്. പക്ഷേ എങ്കിലും ഇന്ന് അവധി ദിവസമായതിനാൽ ഈ കെട്ടിട സമുച്ചയത്തിലെ പല കെട്ടിടങ്ങളും പ്രവർത്തിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഈ തീപിടുത്തം ഉണ്ടായതോടുകൂടി ഇവിടെ ജോലി ചെയ്തിരുന്ന എല്ലാവരും ഇറങ്ങി ഓടുകയായിരുന്നു. ആയതിനാൽ വൻ ദുരന്തമാണ്. ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് തന്നെയാണ് വിജി. ചേതൻ, നാളെയാണ് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ എപ്പോഴായിരിക്കും ഈ സംഘത്തിന്റെ പരിശോധന തുടരുക എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ? വിജി, നാളെ എന്തായാലും രാവിലോടുകൂടി വിവിധ വകുപ്പുകൾ, അതായത് ഫയർഫോഴ്സ് വരും, മറ്റ് PWD ഇലക്ട്രിക്കൽ വിഭാഗമൊക്കെ ഇങ്ങോട്ടേക്ക് വരും. സംയുക്തമായ ഒരു പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ സമയക്രമത്തെ പറ്റി ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായ ഭാഗത്തു നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ തീ അണയ്ക്കുവാനുള്ള ശ്രമത്തിലാണ്. മറ്റൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നത്, എന്തുകൊണ്ട് ഇത്ര സമയം എടുത്തു? അതിൻ്റെ 2 കാരണങ്ങളാണ്. ഒന്ന്, പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതായത് ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയം മുതൽ കഴിഞ്ഞ ഈ പ്രദേശത്ത് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. 2ാം നിലയും അതുപോലെ തന്നെ 3ാം നിലയും പൂർണ്ണമായും കത്തിയായിരുന്നു. 2 ഭാഗത്ത്, ഒരു ഭാഗത്ത് തീ അണച്ച് മറ്റൊരു ഭാഗത്തേക്ക് ഫയർഫോഴ്സ് സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വീണ്ടും തീ അണച്ച ഭാഗത്ത് നിന്ന് തീ വീണ്ടും ആളി പടരുകയായിരുന്നു. മറ്റൊന്ന്, ഈ സ്ഥലത്തുണ്ടായ അമിതമായ കാറ്റ്. ഈ കാറ്റും ഈ തീ അണക്കുവാനുള്ള ശ്രമം നീണ്ടുപോകുവാൻ കാരണമായി. ഏതായാലും ഇപ്പോൾ ഈ തീ അണയ്ക്കുവാനുള്ള ശ്രമത്തിന്റെ അണയ്ക്കുവാനുള്ള അന്തിമ ഘട്ടത്തിലാണ്. ഏതാനും നിമിഷങ്ങൾ, ഒരു അരമണിക്കൂർ, മാക്സിമം പരമാവധി ഒരു അരമണിക്കൂറോടുകൂടി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നത്, ഈ ഘട്ടത്തിൽ കോഴിക്കോട് പോലീസും
ഒപ്പം തന്നെ ഫയർഫോഴ്സും തന്നെ വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഈ അപകട വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ഇങ്ങോട്ടേക്ക് ധാരാളം ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയുണ്ടായി. അവരെയൊക്കെ വടംതിരുത്തി വേർപ്പെടുത്തി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരുടെ വിശ്വാസം അവരെ കൺവിൻസ് ചെയ്ത് ഇവിടുന്ന് പറഞ്ഞയക്കുക, യാതൊരു സംഘർഷവുമില്ലാതെ ഇവിടുന്ന് പറഞ്ഞയക്കുമായിരുന്നു. പോലീസിന്റെ നിർദ്ദേശം പൂർണ്ണമായും കോഴിക്കോട് ജനങ്ങൾ കൃത്യമായി അത് ഏറ്റെടുത്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുകയായിരുന്നു. അതും ഈ തീ അണക്കുവാനുള്ള ശ്രമത്തിൽ വളരെയധികം ഗുണപ്രദമായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ തീ അണക്കുവാനുള്ള ശ്രമം അതിന്റെ അന്തിമഘട്ടത്തിലാണ്. ഈ തീ ഇത്രയും സമയം ഈ തീ അണക്കുവാനുള്ള ശ്രമം നീണ്ടുപോകാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്ത് ആ സമയത്തുണ്ടായ ശക്തമായ കാറ്റ് അതിപ്പോൾ ഇല്ല എന്നത് വളരെ ആശ്വാസമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുക അത്ര ഉയരുന്നില്ല. നേരത്തെ ഈ പ്രദേശം ആകെ കറുത്ത പുക കൊണ്ട് മൂടിയിരുന്നു. പോലീസ് ഇവിടെ കൂടി നിന്ന ജനങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അടക്കം മാസ്കുകളൊക്കെ വിതരണം ചെയ്തിരുന്നു. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഈ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് സേനക്ക് ഇത് ഈ കെട്ടിടത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഈ കെട്ടിടത്തിന്റെ ആകൃതിയാണ്. ഒരു ക്ലോസ് ഷേപ്പിലാണ്, ഒരു ഓവൽ ആകൃതിയിലാണ് ഈ കെട്ടിടം അത് പണിതിരിക്കുന്നത്. അതാണ് ഈ കെട്ടിടത്തിൽ ഈ തീപിടുത്തം നടക്കുമ്പോൾ ഫയർഫോഴ്സ് അംഗങ്ങൾ പുറത്തുനിന്ന് ഈ ഏണി ഉപയോഗിച്ച് അകത്തേക്ക് കടക്കാൻ സാധിക്കാതെ വരുന്നത്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണം വിധേയമാക്കിയിട്ടുണ്ട്. ഈ നിയന്ത്രണം വിധേയമാക്കിയതാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാൻ സാധിക്കും. ഫയർഫോഴ്സ് അംഗങ്ങൾ പതുക്കെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. മറ്റ് നാശനഷ്ടങ്ങളോ മറ്റ് ആളപായമോ ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇനി മുഖ്യമായും നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം തന്നെ ഇവിടെ പോലീസ് കൃത്യമായ നിർദ്ദേശം അനൗൺസ്മെന്റ് നൽകുന്നുണ്ട്. ഇവിടെ കൂടി നിൽക്കരുത്, ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ ജനങ്ങളൊന്ന് പകർത്തി പാനിക് ആക്കരുത്, പൊതുജനങ്ങളെ ഭയപ്പെടുത്തരുത്. കാരണം ഇപ്പോൾ നിലവിൽ തീയൊക്കെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ തീ പൂർണ്ണമായി അണച്ചില്ല. കെട്ടിടത്തിന്റെ നടുഭാഗത്ത് നിന്നാണ് ഇപ്പോൾ തീ കത്തുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾക്കകം ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും അണയ്ക്കുവാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥയും അനുകൂലമാണ്, വലിയ രീതിയിൽ കാറ്റൊന്നും ഇപ്പോൾ വീശുന്നില്ല. അതും ഈ തീ അണയുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. മറ്റൊരു കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടത്തിന്റെ ആകൃതി തന്നെയാണ്. വരും ദിവസം ഈ കെട്ടിടം പുതുക്കി പണിയുമോ ഉള്ള കാര്യത്തിലൊക്കെ അതിന്റെ ഒരു വിദഗ്ധ സമിതി ഇതിന്റെ പരിശോധന നടത്തി തീരുമാനമെടുക്കുന്നതായിരിക്കും. ഏതായാലും ഈ നിമിഷം വിധി നമുക്ക് പങ്കുവെക്കാനുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. ആശങ്കകളൊക്കെ അകലുകയാണ്. സ്ഥിതി നിയന്ത്രണ വിധേയമായി തീ വരും പരമാവധി ഒരു മണിക്കൂറിനകം പൂർണ്ണമായും അണക്കുവാൻ സാധിക്കുന്നതായിരിക്കും. വിജി, തീർച്ചയായും ചേതൻ, അതായത് കേരള പോലീസിന്റെ ഉൾപ്പെടെ ഫലപ്രദമായ ഇടപെടലിലൂടെ ഒഴിവായത് വൻ ദുരന്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചേതൻ സാജൻ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചേതൻ, ഇപ്പോൾ ജില്ലാ കളക്ടറോട് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തേടിയതായുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത് സംബന്ധിച്ച കാര്യങ്ങൾ എങ്ങനെയാണ്? സ്വാഭാവികമായി ഇത്തരം ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവിക നടപടിക്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറിൽ നിന്ന് റിപ്പോർട്ടും ആവശ്യപ്പെട്ടത്. അത് ഔദ്യോഗിക ക്രമം മാത്രമാണ്. ഏതായാലും ഈ അപകട വാർത്ത അറിഞ്ഞ് കൃത്യമായി ജില്ലയിലെ മന്ത്രിയായ AK ശശീന്ദ്രൻ, അതുപോലെ MLA സച്ചിൻ ദേവും മേയറും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അവരുടെയൊക്കെ ഒരു ഇടപെടൽ കാരണമൊക്കെയാണ് ഈ ഇത്രയും ഒരു ജനങ്ങൾക്ക് അത് തിങ്ങിക്കൂടിയ സാഹചര്യവും ഉണ്ടായിരുന്നു. അവരൊക്കെ പിരിഞ്ഞു പോകാൻ ഇവരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഏതായാലും നമുക്കിപ്പോൾ അത് മാത്രമല്ല, കൃത്യമായി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ആവശ്യമായ എല്ലാ സേവനങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു. അതും കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ ധാരാളം ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു 15-ന് മേൽ ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് എത്തിയത്. അത് കോഴിക്കോട് ജില്ലയിലെ എല്ലാ യൂണിറ്റ്സും എത്തിയിരുന്നു. ഒപ്പം തന്നെ സമീപ ജില്ലയായ മലപ്പുറത്ത് നിന്നടക്കം ഈ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രത്യേക എമർജൻസി വാഹനവും ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടത്. ഏതായാലും ഇനി നാളെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ കെട്ടിടത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പായിരിക്കും പ്രധാനമായും നാളെ ഉണ്ടാവുക. നമുക്കറിയാം, ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് കത്തി നശിച്ചത്. അതിന്റെ ഒരു കണക്കെടുപ്പ് ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കെട്ടിടം എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി? നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് ഉണ്ടായ കാരണം എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ വിവരം.
പക്ഷെങ്കിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ പരിശോധനകളൊക്കെ ഉണ്ടാവും. ഈ തീപിടുത്തത്തിന്റെ കാരണമൊക്കെ വിദഗ്ധ സംഘം നാളെ നടത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാനുള്ളത് വിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശങ്കകളൊക്കെ അകലുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തീ പൂർണ്ണമായും അണച്ച് സ്ഥിതിഗതികളൊക്കെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. മാസ്കൊക്കെ അണിഞ്ഞ് അതിന്റെ ഉള്ളിൽ ചെന്ന് മറ്റ് അസ്വാഭാവികമായ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കണം. ഒരു കാര്യം കൂടി എടുത്തു പറയാം, അതായത് ഈ കെട്ടിടത്തിൽ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ നിരവധി ഹോട്ടലുകളും അതുപോലെ ജ്യൂസ് കടകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെയൊക്കെ ഈ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള പാചകവാതകം ഗ്യാസ് സിലിണ്ടറൊക്കെ സൂക്ഷിച്ചിരുന്നു. പക്ഷെ കൃത്യമായി ഇത് പോലീസൊക്കെ ഇടപെട്ട് ഈ തീപിടുത്തം നടന്നെന്ന വാർത്ത അറിഞ്ഞ് ഉടനെ തന്നെ ഇവരൊക്കെ പാഞ്ഞെത്തുകയും ഈ സ്ഫോടക വസ്തുക്കളൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാസ് സിലിണ്ടറുകളാണ്. ഹോട്ടലുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നതിനാൽ അതൊക്കെ കൃത്യമായി ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അതോട് നല്ലൊരു പ്ലാനിംഗ് ആണ് ഈ ഒരു കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഏതായാലും ഈ നമുക്ക് എടുത്തു പറയേണ്ടത് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ ജനപ്രതിനിധികളും ഒക്കെ ഒരു സംയുക്തമായ ഒരു ഐക്യവും അതുപോലെ തന്നെ കൂട്ടായ്മയാണ് ഈ അപകടം ഇത്രയും ലഘൂകരിക്കാൻ കാരണം. ശരി, വ്യക്തമാണ് ചേതൻ. ആ പ്രദേശമാകെ പുകയാണ്. സൂക്ഷിക്കുക, സുരക്ഷിതനായിരിക്കുക. കോഴിക്കോട് വൻ തീപിടുത്തം. വൈകുന്നേരം 5 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. വിവരങ്ങളാണ് ചേതൻ സാജൻ പങ്കുവച്ചത്.